ഗുഡ് മോർണിംഗ്. നമ്മൾ വെൽഡിങ്ങിൻ്റെ സെക്കൻഡ് സെമിസ്റ്റർ പുസ്തകമാണ്. സെക്കൻഡ് സെമിസ്റ്റർ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ ഈ സെക്കൻഡ് സെമിസ്റ്റർ. കാരണം നമ്മുടെ ഒരു വർഷ കോഴ്സാണ്. ഈ നേരത്തെ തൊട്ട് ഇങ്ങനെ സെമിസ്റ്റർ സിസ്റ്റം ആയത് കാരണം ഫസ്റ്റ് സെമിസ്റ്റർ സെക്കൻഡ് സെമിസ്റ്റർ എന്ന് വരുന്നേ ഉള്ളൂ. എല്ലാം കൂടെ ഒരു പരീക്ഷയ്ക്ക് തന്നെയാണ് ഇതിൽ ക്വസ്റ്റ്യൻ എല്ലാം വരുന്നത്. അത് ഒരു പരീക്ഷയ്ക്ക് തന്നെയാണ്. അപ്പം നമ്മുടെ സെക്കൻഡ് സെമിസ്റ്റർ പുസ്തകത്തിൽ തുടങ്ങിയിരിക്കുന്നത് GMAW, അതായത് ഹിസ്റ്ററി ഓഫ് GMAW. അതിൻ്റെ ഒരു ചെറിയ ചരിത്രം, അതായത് 4-5 വാചകത്തിൽ അത് ഞാനിവിടെ വായിക്കാം, അത് ശ്രദ്ധിക്കുക. ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഓർ GMAW. ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഈസ് എ വെൽഡിംഗ് പ്രോസസ് which joins metals by heating the metals of their melting points with an electric arc. The arc is between a continuous consumer electrode wire and the metal being welded. The arc is shielded from contaminants in the atmosphere by a shielding gas. The welding gases have also evolved in the same way to make MIG welding faster, more efficient and with a better finish. ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്, അതായത് സാധാരണ ഈ ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിന് സാധാരണ നമ്മുടെ ഇലക്ട്രിക്കൽ ആർക്ക് വെൽഡിങ്ങിൻ്റെയൊക്കെ മെത്തേഡ് തന്നെയാണ്. അതിന് ഇലക്ട്രിക്കൽ ആർക്ക് വെൽഡിങ്ങിൽ നമ്മൾ ഫ്ലെക്സ് കോട്ടഡ് ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ കോർ വയറിൻ്റെ പുറത്ത് ഫ്ലെക്സ് കോട്ട് ചെയ്യും. ആ ഫ്ലെക്സ് കോട്ടിങ്ങാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ, അതായത് അന്തരീക്ഷത്തിലുള്ള മാലിന്യങ്ങളൊന്നും വെൽഡഡ് ജോയിൻറ്റിലോട്ട് കയറാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫ്ലെക്സ്. അപ്പോൾ ആ ഫ്ലെക്സിന് പകരം നമ്മളിവിടെ ഒരു ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. ആ ഗ്യാസ് ഒരു വലയം തീർക്കോടെ വെൽഡ് ചെയ്യുന്നിടത്ത് ആ സമയത്ത് ബാക്കിയുള്ള മാലിന്യങ്ങളെല്ലാം പുറന്തള്ളാനായിട്ട് ആ ഗ്യാസ് നമ്മൾ ഉപയോഗിക്കുകയാണ്. അതായത് വെൽഡിംഗ് പ്രോസസ് വിച്ച് ജോയിൻ മെറ്റൽ ബൈ ഹീറ്റിംഗ് ദ മെറ്റൽസ് ടു ദെയർ മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് എന്താ, ഉരുകുന്ന ആ പോയിന്റിനെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ തൊട്ട് മെൽറ്റിംഗ്, അതായത് ഉരുകാനുള്ള ഏത് സമയത്താണ് അത് ഉരുകുന്നത്. ഇപ്പം നമ്മൾ സാധാരണ ബോയിലിംഗ് പോയിന്റ് നേരിട്ടില്ലേ, വെള്ളം തിളയ്ക്കുന്ന എത്ര ഡിഗ്രി ആണെന്ന്. അപ്പോൾ അതുപോലെ ഇത് മെറ്റലായ മെൽറ്റിംഗ് പോയിന്റ് അത് ഇലക്ട്രിക് ആർക്കാണ്. ഇതെല്ലാം മിഗ് വെൽഡിങ്ങിനകത്തും ടിഗ് വെൽഡിങ്ങിനകത്തും എല്ലാം ഈ ഇലക്ട്രിക്കൽ ആർക്ക് ആണ് സംഭവിക്കുന്നത്. ദ ആർക്ക് ഈസ് ബിറ്റ്വീൻ ദ കണ്ടിന്യൂസ് കൺസ്യൂമബിൾ ഇലക്ട്രോഡ് വയർ ആൻഡ് ദ മെറ്റൽ ബീയിങ് വെൽഡഡ്. ഈ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മെറ്റൽ, നിങ്ങൾക്കറിയാം ഫീഡറിൽ നിന്ന് കോർ വയർ ഇങ്ങനെ നമ്മൾ ആ ചുറ്റിയിരിക്കുന്ന, അതായത് മെറ്റൽ വയർ, അതായത് കോപ്പർ കോട്ടഡ് ആയിട്ടുള്ള വയറാണ്. ആ വയറാണ് നമ്മൾ ഈ ടോർച്ച് വഴി, അതായത് നമ്മളെ ഗ്യാസ് CO2 വെൽഡിങ്ങിൻ്റെ ഗൺ അല്ലെങ്കിൽ ടോർച്ച് വഴിയാണ് ആ വയറ് കടന്നിട്ട് അതിന് ചുറ്റും ഗ്യാസ് ഫോമായിട്ട് ആ ഗ്യാസിൻ്റെ ഷീൽഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത്. അപ്പം ആ വയറ് അതിനകത്ത് ഇതില്ല, ഫ്ലെക്സ് ഇല്ല. ഫ്ലെക്സിന് പകരം നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? അപ്പം ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. ദ ആർക്ക് ഈസ് ബിറ്റ്വീൻ കണ്ടിന്യൂസ് കൺസ്യൂമർ ഇലക്ട്രോഡ് വയർ ആൻഡ് ദ metal being welded. The arc is shielded from contaminants in the atmosphere by a shielding gas. നമ്മൾ ഇത് ആർക്കിന് ചുറ്റും ഒരു ഷീൽഡിങ് ഗ്യാസ് ആയിട്ടാണ് നമ്മൾ ഏത് ഗ്യാസാണോ അത് ഉപയോഗിക്കുന്നത്. ദ വെൽഡിംഗ് ഗ്യാസസ് ഹാവ് ആൾസോ എവോൾവ്ഡ് ഇൻ ദ സെയിം വേ ടു മേക്ക് മിഗ് വെൽഡിംഗ് ഫാസ്റ്റർ, മോർ എഫിഷ്യൻറ്റ് ആൻഡ് വിത്ത് എ ബെറ്റർ ഫിനിഷ്. നല്ല എഫിഷ്യൻ്റായിട്ട് നല്ല ബെറ്ററായിട്ടുള്ളൊരു ഫിനിഷ്. സാധാരണ നമ്മുടെ ആർക്ക് വെൽഡിങ് ചെയ്തതിനേക്കാളിലും അത് ചെയ്ത് കിട്ടുന്ന ജോയിനേക്കാളും നല്ലൊരു ഫിനിഷായിരിക്കും നമ്മുടെ GMAW കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ GMAW, അതായത് അതർ നൈംസ്, നമ്മളിപ്പം പുസ്തകത്തിനകത്ത് ഒരു പേര് വന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യന് വരുമ്പോഴേക്കും നിങ്ങൾ വേറെ ഇപ്പം മിഗ് മാഗ് GMAW, ഇപ്പം മിഗ് വെൽഡിങ് മാഗ് വെൽഡിങ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഉടനെ ശ്രദ്ധിക്കണം, ഇതിനകത്ത് തന്നെ ഉള്ള ഒരു വകഭേദം പേരാണെന്നേ ഉള്ളൂ. ഇപ്പം ബേബി ആയിട്ടുള്ള ഒരു പേരിന് വേറൊരു വീട്ടിൽ വിളിക്കുന്ന കുഞ്ഞച്ചെന്നായിരിക്കും. അപ്പം അതുപോലെ അതർ നൈംസ് ആണ് മിഗ് മെറ്റൽ ഇനർട്ട് ഗ്യാസ് വെൽഡിങ്, MIG മെറ്റൽ ഇനർട്ട് ഗ്യാസ് വെൽഡിങ്. മെറ്റൽ ഇനർട്ട് ഗ്യാസ് എന്ന് പറയുന്നത് ചലനമോ അതിനകത്ത് യാതൊരു ഇതും ഇല്ലാത്ത ഒരു ഗ്യാസ്, ഇനർട്ട് ഗ്യാസ് എന്ന് പറയുന്നത്.
ചലനാത്മകമായിട്ട് അതിനൊരു ഗുണം അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതിനാണ് ഇനർട്ട് ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് മെറ്റൽ ഇനർട്ട് ഗ്യാസ് വെൽഡിങ്. 2 മാഗ് MEG മെറ്റൽ ആക്റ്റീവ് ഗ്യാസ് ഓർ CO2 വെൽഡിങ്. അപ്പം CO2 ഗ്യാസ് അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിന് ഗുണങ്ങളുണ്ട്. അത് നമ്മൾ സോഡയൊക്കെ നിറച്ചുകൊണ്ടിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ടാണ്. അത് വെള്ളത്തിനകത്തോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കടത്തിയാണ് സോഡ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് അതിൻ്റേതായ ഗുണവും കൂടെ ഉണ്ട്. ചലനാത്മകമായ ഒരു ഗ്യാസ് ആയതുകൊണ്ടാണ് ആക്റ്റീവ് ഗ്യാസ്, അതായത് മാഗ് മെറ്റൽ ആക്റ്റീവ് ഗ്യാസ് അല്ലെ CO2 വെൽഡിങ്. മറ്റേ GMAW ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്. അപ്പം മൂന്നായിട്ട് അതർ നെയിംസ് ആണ് MIG, MAG, GMAW. അപ്പം മാഗ് മെറ്റൽ ആക്റ്റീവ് ഗ്യാസ്, നമ്മളിവിടെ MIG വെൽഡിങ് ഇത് ഇന്നർട്ട് ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം CO2 ഗ്യാസ് ആണ് നമ്മളിവിടെ നമ്മുടെ വർക്ക്ഷോപ്പിൽ നമ്മൾ അതുമല്ല മിക്ക എല്ലായിടത്തും MIG വെൽഡിങ്ങിന് അത് CO2 ഗ്യാസാണ് സാധാരണ ഉപയോഗിക്കുന്നത്. GMAW can be done in 3 different ways. അതായത് 3 വ്യത്യസ്തമായിട്ടുള്ള വേസാണ്. ഒന്ന് സെമി ഓട്ടോമാറ്റിക് വെൽഡിങ്, 2 മെഷീൻ വെൽഡിങ്, 3 ഓട്ടോമാറ്റിക് വെൽഡിങ്. സെമി ഓട്ടോമാറ്റിക് എന്ന് തന്നെ കേൾക്കുമ്പോൾ തന്നെ അറിയാം പകുതിയാണ് ഓട്ടോമാറ്റിക്. പകുതിയായിട്ട് നമ്മൾ ഈ വാഷിംഗ് മെഷീൻ്റെയൊക്കെ പരസ്യത്തിൽ കാണുന്നുണ്ട്. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ, അങ്ങനെയൊക്കെ. അപ്പോൾ അതുപോലെ നമ്മുടെ ഇതിനകത്ത് GMAW സെമി ഓട്ടോമാറ്റിക് വെൽഡിങ്. Equipment controls only the electrode wire feeding. Movement of welding gun is controlled by hands. This may be called hand-held welding. അപ്പം കൺട്രോൾ നമ്മുടെ വെൽഡ് ചെയ്യാനുള്ള ഗണ്ണ്, അതായത് അല്ലെ ടോർച്ച് നമ്മൾ ഹാൻഡാണ്, കൺട്രോൾ ബൈ ഹാൻഡാണ്. അപ്പം അതുകൊണ്ട് ദിസ് മേ ബി കാൾഡ് ഹാൻഡ് ഹെൽഡ് വെൽഡിങ്. ബാക്കിയെല്ലാം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴേക്ക് സ്വിച്ച് ഇട്ട് കഴിയുമ്പോഴേക്ക് വയർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങോട്ട് വന്നോളൂ. പക്ഷെ നമ്മുടെ കയ്യിൽ ബാക്കിയെല്ലാം കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. ആ ഗണ്ണ്, ആ ടോർച്ച് നമ്മുടെ കൈ കൊണ്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം സെമി ഓട്ടോമാറ്റിക് വെൽഡിങ്. Machine welding uses a gun that is connected to a manipulator of some kinds, not handheld. അപ്പോൾ അത് തന്നെ മനസ്സിലാവല്ലോ, അത് handheld അല്ല. An operator has to constantly set and adjust controls that move the manipulator. അപ്പോഴേക്ക് ആ യൂസ് ഗൺ ദാറ്റ് കണക്റ്റഡ് ടു എ മാനിപ്പുലേറ്റർ ഓഫ് സം കൈൻഡ്സ്, not hand-held. An operator has to constantly set and adjust controls. അതായത് ഓപ്പറേറ്ററാണ് ഇത് വെച്ചിട്ട് അവർ തന്നെ. മെഷീൻ വെൽഡിംഗ് ആണ്, അല്ലാതെ സെമി അല്ല ഓട്ടോമാറ്റിക്കും അല്ല. അപ്പോൾ അടുത്തത് ഓട്ടോമാറ്റിക് വെൽഡിംഗ്. യൂസേഴ്സ് എക്യുപ്മെൻറ്റ്സ് വിച്ച് വെൽഡ്സ് വിത്തൗട്ട് ദ കോൺസ്റ്റൻറ്റ് അഡ്ജസ്റ്റിംഗ് ഓഫ് കൺട്രോൾസ് ബൈ എ വെൽഡർ ഓർ ഓപ്പറേറ്റർ. ഈ വെൽഡർ യഥാർത്ഥത്തിൽ നമ്മുടെ മെഷീനാണ്. ഓപ്പറേറ്റർ, വെൽഡർ ഓർ ഓപ്പറേറ്ററാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഒരു സ്വിച്ച് ഇട്ടാൽ ഒരു ബൾബ് കത്തും. നമ്മളൊരു മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്താൽ മോട്ടർ വർക്ക് ചെയ്യും. അപ്പം നമ്മൾ ഓപ്പറേറ്ററായി. പമ്പ് ഓപ്പറേറ്റർ എന്ന് തന്നെ നമ്മൾ ഉദാഹരണം കേട്ടു, പമ്പ് ഓപ്പറേറ്റർ. അതായത് ഒരു സ്വിച്ച് ഇടുമ്പോഴേക്ക് പമ്പ് വർക്ക് ചെയ്യും. അതുപോലെ ഓട്ടോമാറ്റിക് വെൽഡിങ്ങിൽ നമ്മൾ ഒരു ബട്ടൺ അമർത്തിയാൽ മതി. എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു ബട്ടൺ അമർത്തുമ്പോഴേക്ക് നമ്മൾ ഓൺലി ഓപ്പറേറ്റർ മാത്രം. അപ്പോൾ ഓട്ടോമാറ്റിക് വെൽഡിംഗ് യൂസസ് എക്യുപ്മെൻറ്റ് വിച്ച് welds without the constant adjusting of controls by a welder or operator. On some equipments, automatic sensing device control the correct gun alignment in a weld joint. അതെല്ലാം കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും. അതനുസരിച്ച് നല്ല ഫിനിഷോടുകൂടി ആ വെൽഡർ എന്ന് പറഞ്ഞാൽ ഇപ്പം മെഷീനാണ് യഥാർത്ഥത്തിൽ അവിടെ വെൽഡർ. അപ്പോൾ ആ വെൽഡിങ് കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കും. Next, introduction to CO2 welding. Fusion welding of metal plates and sheets. It is the best method of joining metals because in this process the welded joint will possess the same properties and strength as the base metal.
ഇതും ഒരു ഫ്യൂഷൻ വെൽഡിംഗ് ആണ്. നമ്മൾ ഫ്യൂഷൻ വെൽഡിംഗ്, ആർക്ക് വെൽഡിംഗ് ഫ്യൂഷൻ വെൽഡിംഗ് ആണ്, ഗ്യാസ് വെൽഡിംഗ് ഫ്യൂഷൻ വെൽഡിംഗ് ആണ്. അതുപോലെ മറ്റേ ഫോർജ് വെൽഡിംഗ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സീം വെൽഡിങ്, സ്പോട്ട് വെൽഡിങ്, അങ്ങനെ ഓരോ വെൽഡിങ്. ഇത് ഫ്യൂഷൻ വെൽഡിങ്ങിൻ്റെ കൂട്ടത്തിലാണ് CO2 വെൽഡിങ്ങും. അപ്പം മെറ്റൽ ആൻഡ് ഷീറ്റ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ജോയിനിങ്. ഇത് ഏറ്റവും നല്ല ജോയിൻ ചെയ്യാനുള്ള ഒരു നല്ല മെത്തേഡായിട്ട് ആണ് കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ ദ പ്രോസസ് ദ വെൽ ജോയിൻ വിൽ പ്രോസസ് ദ സെയിം പ്രോപ്പർട്ടീസ് ആൻഡ് സ്ട്രെങ്ത് ആസ് ദ ബേസ് മെറ്റൽ. ഇത് ഈ ബേസ് മെറ്റലിനല്ല, അതായത് നമ്മൾ ചെയ്യുന്ന ആ മെറ്റലിന് ഇതിനകത്ത് യാതൊരു എല്ലാ ജോയിൻ്റ് ആ പ്രോപ്പർട്ടീസോ സ്ട്രെങ്തോ ഒരു വ്യത്യാസം ഒന്നും വരാതെ അതുപോലെ തന്നെ ആയിരിക്കും. നല്ല സ്ട്രെങ്ത് കാണും, പ്രോപ്പർട്ടീസിന് ഒരു കുഴപ്പവും വരെ നല്ല സെയിം ആയിരിക്കും. അതാണ് ഈ CO2 വെൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേക ഗുണമെന്ന് പറയുന്നത്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് GMAW വെൽഡിങ്. ഇൻ ദിസ് വെൽഡിംഗ് പ്രോസസ് ആൻ ആർക്ക് ഈസ് സ്ട്രക്ക് ബിറ്റ്വീൻ എ കണ്ടിന്യൂസ്ലി ഫെഡ് കൺസ്യൂമബിൾ where electrode and the base metal. The heated base metal, the molten filler metal and the arc are shielded by the flow of inert or non-inert gas passing through the welding torch or gun. ഇൻ ദിസ് വെൽഡിംഗ് പ്രോസസ്, ഈ CO2 വെൽഡിങ്ങിൻ്റെ ആ പ്രോസസ്സിൽ ആർക്കുണ്ടാകും. അതായത് ഒരു ബേസ് മെറ്റലിനും ഇലക്ട്രോഡിൻ്റെ ടിപ്പും അതിനകത്ത് ഒരു അകലത്തിൽ ഒരു ആർക്കുണ്ടാകും. ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യും. അത് ആർക്ക് വെൽഡിങ്ങിലാണേലും ശരി, മിഗ് വെൽഡിങ്ങിലാണേലും ശരി, ടിഗ് വെൽഡിങ്ങിലാണേലും ശരി. അപ്പം ഈ ടിഗ് വെൽഡിങ്ങിനും മിഗ് വെൽഡിങ്ങിനും എല്ലാം ഏത് വെൽഡിങ്ങിനാണേലും കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ആയിരിക്കും. ഇതിനകത്ത് വേറെ ഇലക്ട്രോഡ്സ്, അതായത് ഫ്ലെക്സ് ഇല്ലാത്ത ഇലക്ട്രോഡാണ് ഇതിന് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാം, സ്പൂളിനകത്ത് ചുറ്റി ഇങ്ങനെ ഇരിക്കുന്ന CCMS കോപ്പർ കോട്ടഡ് മൈൽഡ് സ്റ്റീലിൻ്റെ, അതായത് ചെമ്പ് കളറുള്ള കോപ്പറിൻ്റെ കളറുള്ള ഇലക്ട്രോഡാണ്. അത് ഇങ്ങനെ കറങ്ങി നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ അല്ലെങ്കിൽ ഗണ്ണിനകത്തുള്ള സ്വിച്ച് അമർത്തുമ്പോഴേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കറങ്ങി നമ്മുടെ ഗണ്ണിൽ കൂടെ പുറത്ത് വരുന്നതാണ് വേറെ ഇലക്ട്രോഡ്. അപ്പോൾ അത് ബേസ് മെറ്റലുമായിട്ട് ഇത് ഹീറ്റ്, അത് ചൂടായി നല്ല ഉരുകി മോൾട്ടൻ ഫില്ലർ മെറ്റൽ, അതായത് ഉരുകിയ ഫില്ലർ മെറ്റലുമായിട്ട് അത് ആർക്കുണ്ടാകുന്ന ആ സമയത്ത് ഒരു ഷീൽഡഡ് ഗ്യാസ്, നമ്മൾ ആ ഷീൽഡഡ് ഗ്യാസ് ഏതാണ്? CO2, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആ ഗ്യാസ്. ദ ഫ്ലോ ഓഫ് ഇനർ ഓർ നോൺ ഇനർ ഗ്യാസ് പാസിങ് ത്രൂ ദ വെൽഡിംഗ് ടോർച്ച്. ആ ടോർച്ചിൻ്റെ അകത്തൂടെ നമ്മളൊരു പേര ഉപയോഗിക്കുമ്പോഴേക്ക് ഇതിനകത്തൊരു ട്യൂബ് ഉണ്ടല്ലോ, ആ ട്യൂബ് നമ്മളിത് ഫില്ലർ വയറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ചുറ്റും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഈ ഗ്യാപ്പിനകത്തൂടെ നമ്മൾ ഇപ്പറേ ഒന്ന് ഊതിക്കഴിഞ്ഞാൽ ഒരു ഗ്യാസ് അല്ലെ നമ്മുടെ ഊതുന്ന വാതകം അല്ലെ വായു പുറത്തോട്ട് വരും. അപ്പം ഇങ്ങനെ വരുമ്പോഴേക്ക് ഈ പേനയുടെ ടിപ്പ് നമ്മൾ ഉദാഹരണത്തിന് ഗണ്ണിൻ്റെ അവിടുത്തുള്ള ഒരു പോയിൻ്റായിട്ട് കണക്കൂട്ടി വെൽഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന് ചുറ്റും ഒരു ഗ്യാസ് ഫോമായിട്ട് ഒരു ഷീൽഡഡ് ഗ്യാസ് അവിടെ രൂപം കൊള്ളും. അപ്പോഴേക്കുള്ള അന്തരീക്ഷത്തിലുള്ള മാലിന്യീകരണത്തെയൊക്കെ തടഞ്ഞു നിർത്തി ഇതിനകത്തോട്ട് വേറെ ഒരു വാതകങ്ങളോ അല്ലെങ്കിൽ ഓക്സിഡൈസേഷനോ ഒന്നും നടക്കാതെ ഈ ഷീൽഡഡ് ഗ്യാസ് പ്രയോജനം ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ബേസിക് എക്യുപ്മെൻറ്റ് ഫോർ എ ടിപ്പിക്കൽ GMAW ഓട്ടോമാറ്റിക് സെറ്റപ്പ് അതാണ്. അപ്പം ഇതിനകത്ത് ഒരു പടം കണ്ടു, നിങ്ങളതിനകത്ത് 1 തൊട്ട് 11 വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഓർ CV പവർ സോഴ്സാണ്. അതായത് ഇവിടുന്ന് പവർ നമുക്ക് കിട്ടുന്ന പവർ കോഡ്, നമ്മൾ ആ കോഡ് വയർ എന്ന് പറയുന്നില്ല, ആ വയറാണ് രണ്ടാമത്. 3 കേബിൾ ടു ഫീഡറിലോട്ടുള്ള കേബിള്. ഗ്രൗണ്ട് കേബിൾ ടു വർക്ക് പീസ്. നാലാമത്തത് ഗ്രൗണ്ട് കേബിൾ ടു വർക്ക് പീസ്. അത് കണ്ടല്ലോ നാലാമതായിട്ടിരിക്കുന്നത്. വർക്ക് പീസിലോട്ടുള്ള കേബിൾ വരുന്നതാണ്. 5 വർക്ക് പീസ്. 6 വെൽഡിംഗ് ടോർച്ച് ഓർ ഗണ്ണ്. നമ്മൾ ഗ്യാസ് വെൽഡിംഗ് ടോർച്ച് എന്ന് പറയും, അല്ലെങ്കിൽ എന്നാ പറയുന്നത് ബ്ലോ പൈപ്പ് എന്ന് പറയും. പക്ഷേ ഇവിടെ നമ്മൾ മിഗ് വെൽഡിംഗ് അല്ലെങ്കിൽ GMAW വെൽഡിങ്ങിനകത്ത് പറയുന്നത് ടോർച്ച് ഓർ ഗണ്ണെന്ന് പറയും. അടുത്തത് കോൺസ്റ്റൻറ്റ് സ്പീഡ് വയർ ഫീഡർ. അടുത്തത് ഫീഡ് വയർ ഫീഡറാണ്. 2 ഇലക്ട്രോഡ് വയർ. ഞാൻ മുമ്പേ പറഞ്ഞ ആ ചെമ്പ് നിറത്തിലുള്ള കോപ്പർ കോട്ട് ചെയ്തിരിക്കുന്ന ആ വയറാണ് 8ാമത്. അതാണ് നമ്മൾ വെൽഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഗണ്ണിനകത്തൂടെ വരുന്ന കോർ വയർ.
9 ഗ്യാസ് ഹോസ് നമ്മുടെ എല്ലാത്തിനകത്തും ഉണ്ട്. വരുന്ന ഹോസ് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന LPGയുടെ സിലിണ്ടറിനകത്ത് നിന്ന് സ്റ്റൗവിലോട്ട് വരുന്ന അത് ഹോസാണ്. അങ്ങനെ ഗ്യാസ് വരാനുള്ള ഒരു ട്യൂബ് അല്ലെങ്കിൽ ഒരു ഹോസ്, അതാണ് നമ്മളെ 9ാമത്തെ. 10 ഷീൽഡിംഗ് ഗ്യാസ് സിലിണ്ടർ. അതായത് സിലിണ്ടർ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് CO2 ഗ്യാസാണ് മിഗ് വെൽഡിങ്ങിന്. അതേസമയം ആർഗൺ ഗ്യാസ് അതും ഷീൽഡിംഗ് ഗ്യാസാണ്. പിന്നെ ഹീലിയം, നൈട്രജൻ, ഹൈഡ്രജൻ ഇതൊക്കെ ഷീൽഡിംഗ് ഗ്യാസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അതേസമയം നമ്മുടെ ഗ്യാസ് വെൽഡിങ്ങിനായിട്ട് അസറ്റിലിനും ഓക്സിജനും പറയുന്നത് അത് ഷീൽഡിംഗ് ഗ്യാസ് അല്ല. അത് ഒന്ന് സപ്പോർട്ടബിൾ ഗ്യാസും അത് കമ്പസ്റ്റബിൾ ഗ്യാസ്, അത് രണ്ടും ഒന്ന് കത്താൻ സഹായിക്കുന്നു, ഒന്ന് കത്തുന്ന വാതകമാണ്. അപ്പോൾ അതിനുമുണ്ട് ഹോസ്. എല്ലാത്തിനകത്തും ഹോസിൽ നിന്നാണ് ഇങ്ങോട്ട് ടോർച്ചിനകത്തോട്ട് വരുന്നത്. ഇത് ഷീൽഡിംഗ് ഗ്യാസ് സിലിണ്ടറാണ് മിഗ് വെൽഡിംഗ് അല്ലെ GMAWനകത്തുള്ളത്. പിന്നെ 11ാമത് ഗ്യാസ് റെഗുലേറ്റർ വിത്ത് ഫ്ലോ മീറ്റർ. ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് നമ്മൾ സിലിണ്ടറിനകത്ത് നിന്ന് ആദ്യം കൊടുക്കുന്ന റെഗുലേറ്ററിലോട്ടാണ്. റെഗുലേറ്ററിൽ നിന്ന് ഫ്ലോ മീറ്ററിലോട്ട് വരും. ഫ്ലോ മീറ്ററിനകത്തു നിന്ന് നമ്മുടെ ഹോസ് വഴി എങ്ങോട്ട് വരും? മെഷീനിലോട്ട് വരും. മെഷീനകത്തു നിന്ന് നമ്മുടെ ഗണ്ണിൻ്റെ കേബിൾ വഴി ഗണ്ണിനകത്തോട്ട് വരും. അത് ഗ്യാസ് റെഗുലേറ്റർ വിത്ത് ഫ്ലോ മീറ്റർ. അപ്പം ഗ്യാസ് റെഗുലേറ്റർ എന്തിനാ? നമ്മുടെ സിലിണ്ടറിനകത്തുള്ള ഗ്യാസ് തുറന്ന് പുറത്തോട്ട് വരുമ്പോൾ അത് നിയന്ത്രിച്ച് നമ്മൾ ഫാനിൽ തന്നെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും റെഗുലേറ്റർ ഉപയോഗിക്കുന്ന കണക്ക് ഇതിൻ്റെ ഗ്യാസിൻ്റെ ഫ്ലോ ഇത് നിയന്ത്രിക്കാനും. പിന്നെ സെപ്പറേറ്റ് ഒരു ഫ്ലോ മീറ്റർ വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണും, ഒരു മുത്ത് പോലത്തെ ഒരു ബോൾ അതിനകത്ത് കിടക്കുന്നുണ്ട്. അത് ഗ്യാസിൻ്റെ ഫ്ലോ കൂടുന്നതും കുറയുന്നതനുസരിച്ച് താഴെ മേലോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്തൂടെയാണ് ഗ്യാസ് നമ്മൾ ഇങ്ങോട്ട് ടോർച്ചിലോട്ട് വരാൻ സഹായിക്കുന്നത്. അപ്പം ഇതൊരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷനേ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ പുസ്തകം വായിക്കുക, മെയിനായിട്ട് ചെയ്യുന്ന ഇത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കാണുന്നത് പുസ്തകം തുടർച്ചയായിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഒന്നുകൂടെ മനസ്സിലാകും. അടുത്ത ക്ലാസ് നിങ്ങൾ പുസ്തകം ഒന്നുകൂടെ റെഫർ ചെയ്തിരിക്കുക. നമ്മൾ GMAW എക്യുപ്മെൻറ്റ്സ് ആൻഡ് അക്സസറീസ് ആണ് അടുത്ത ക്ലാസ് വരുന്നത്. അപ്പം നിങ്ങൾ ഒരു 1-2 വട്ടം അതൊന്ന് വായിച്ചേക്കുക. അപ്പം നമ്മളിത് പറയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകും. ഗുഡ് ബൈ.